നമസ്കാരം. ട്രൂ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ സ്കൂളുകളോടനുബന്ധിച്ചുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്കൂളുകളും വ്യാപകമായതോടെ ഗ്രാമീണ മേഖലയിലെ അംഗനവാടികളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അരനൂറ്റാണ്ട് മുൻപ് പ്രവർത്തനമാരംഭിച്ച കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനത്തിലെത്തിയ കോട്ടയം ജില്ലയിൽ 2013-14 അധ്യയന വർഷത്തിൽ വിജയികൾക്കെല്ലാം +1 പ്രവേശനം ലഭിക്കും. കടുത്തുരുത്തി തോട്ടുവാർ റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. വാർത്തകൾ വിശദമായി. സർക്കാർ സ്കൂളുകളോടനുബന്ധിച്ചുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്കൂളുകളും വ്യാപകമായതോടെ ഗ്രാമീണ മേഖലയിലെ അംഗനവാടികളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. കടുത്തുരുത്തി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുട്ടികൾ കുറവാണെന്ന് കണക്കുകൾ. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 166ഉം കടുത്തുരുത്തിയിൽ 143 അംഗൻവാടികളാണ് ഉള്ളത്. സാധാരണക്കാരായ നൂറുകണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന അംഗൻവാടികളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത് അധികൃതർ ഗൗരവമായി കാണുന്നില്ല. കുട്ടികളുടെ ശാരീരിക മാനസിക വികസനത്തിന് അടിത്തറമാകുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന അംഗൻവാടികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും നിസ്സംഗത പാലിക്കുകയാണ്. ഓരോ വർഷവും വിവിധ വികസന പദ്ധതികൾക്കായി ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തുകളും മറ്റും നീക്കിവെക്കുമ്പോഴും സ്വന്തമായ കെട്ടിടം പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഭൂരിപക്ഷം അംഗൻവാടികളും. കടുത്തുരുത്തി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിൽപ്പെടുന്ന 14 പഞ്ചായത്തുകളിലായുള്ള 309 അംഗൻവാടികളിൽ പകുതിയിൽ താഴെ എണ്ണത്തിന് മാത്രമേ സ്വന്തമായ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളൂ. ഗവൺമെന്റ് ഇങ്ങനെ പൈസ നമുക്ക് തന്ന് സ്ഥലം മേടിക്കാനായിട്ട് നമുക്ക് പൈസ തരുന്ന അങ്ങനെ ഇതുണ്ട്. പിന്നെ അല്ലാതെ ഫ്രീ ആയിട്ടും അംഗൻവാടി പ്രവർത്തിക്കാനായിട്ട് സ്വന്തം പേര് സ്ഥലം വിട്ടു തരുന്നവരുമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടി അങ്ങനെ വ്യക്തികൾ മുഖാന്തരം 3 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ആയതാണ്. 25ഓളം സ്ഥലങ്ങളിൽ അംഗൻവാടികൾക്ക് കെട്ടിട നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി നടപ്പാക്കിയിരുന്ന വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് 1975 ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പാക്കിയത്. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി വിജയമാണെന്ന് കണ്ടെത്തിയതോടെ പിന്നീട് രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ICDS പ്രോജക്ടിന് കീഴിലാണ് അംഗൻവാടികളുടെ പ്രവർത്തനം. കുഞ്ഞമ്മയുടെ അടുത്ത് പോണോ? മോടെ പേരെങ്ങനെയാ? ദേവിക. ദേവികയുടെ വീട് അവിടെ അടുത്താണോ? എന്താ കഴിച്ചേ ഇപ്പം? അമ്മൂമ്മ കഴിച്ചോ? മോന്റെ പേരെങ്ങനെയാ? അഭിനവ് അല്ലേ? അച്ചു. കൊച്ചിന്റെ പേരോ? എല്ലാരും പറഞ്ഞു അമ്മു. മോളുടെ പേരെങ്ങനെയാ? ഗംഗ. ഗംഗയുടെ വീട് ഇവിടെ അടുത്താണോ? എവിടെയായിട്ടാ? എവിടെയാ? ആണോ? 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അടിത്തറ പാകുക, ശിശുമരണം, രോഗം, പോഷകാഹാരക്കുറവ്, സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക തുടങ്ങിയവയാണ് അംഗൻവാടികളിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം പല അംഗൻവാടികൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഭൂരിപക്ഷം അംഗൻവാടികളിലും പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ മുറികളിലാണ്. കുട്ടികൾക്ക് ആഹാരം പാകം ചെയ്യാനുള്ള സൗകര്യം, ടോയ്ലറ്റ് തുടങ്ങിയവയൊന്നും പല അംഗൻവാടികളിലുമില്ല. അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുക, പോഷകാഹാരം വിതരണം നടത്തുക, ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുക, കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയവയൊക്കെ പഞ്ചായത്തുകളുടെ ചുമതലപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഇവയൊന്നും മിക്ക പഞ്ചായത്തുകളും കൃത്യമായി നിർവഹിക്കുന്നില്ല. കെട്ടിട നിർമ്മാണം,
ടോയ്ലറ്റ് സൗകര്യമൊരുക്കൽ എന്നിവയുടെ കാര്യത്തിലാണ് കാലതാമസം നേരിടുന്നത്. സ്ഥല ലഭ്യതക്കുറവ്, ഫണ്ടിന്റെ കുറവ് തുടങ്ങി വിവിധ കാരണങ്ങളാണ് പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ നിരത്തുന്നത്. 14 പഞ്ചായത്തുകളിലെ അംഗൻവാടികൾക്ക് പോഷകാഹാര വിതരണത്തിന് പ്രതിവർഷം 1.25 കോടിയിലേറെ രൂപ വിനിയോഗിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ചേർന്നാണ് ഈ തുക നൽകുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടികളിൽ കയർഫെഡിന്റെ കിടക്കകൾ വാങ്ങി നൽകാൻ സർക്കാർ MLAമാർക്ക് അനുവാദം നൽകിയിരുന്നു. കുരുന്നുകൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം അംഗൻവാടി ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രാധാന്യത്തോടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ കുട്ടികളെത്തുന്ന അംഗൻവാടികളിലെ കീറിപ്പറഞ്ഞ പുൽപ്പായകൾക്ക് പകരം സ്നേഹക്കിടക്കുകളാണ് അംഗൻവാടികളിൽ എത്താൻ കുട്ടികൾക്ക് പ്രോത്സാഹനമാകുമെന്ന് കരുതുന്നത്. മുമ്പ് അംഗൻവാടി ജീവനക്കാരിയായിരുന്ന ഇപ്പോഴത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് അംഗൻവാടി ജീവനക്കാരും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. അരനൂറ്റാണ്ട് മുൻപ് പ്രവർത്തനം ആരംഭിച്ച കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് നടപടി വേണമെന്ന ആവശ്യം ശക്തം. ആദർ സ്റ്റേഷൻ എന്ന പേരെങ്കിലും കമ്പ്യൂട്ടർ ബുക്കിംഗ് അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ലെന്ന് നാട്ടുകാർ. കോട്ടയം എറണാകുളം പാതയിൽ കുറുപ്പന്തറയ്ക്ക് ശേഷം രൂപം കൊണ്ട എല്ലാ സ്റ്റേഷനുകളും വികസനത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോഴും കുറുപ്പന്തറ അവഗണിക്കപ്പെടുകയാണ്. മള്ളിയൂർ ക്ഷേത്രം, ആദിത്യപുരം ക്ഷേത്രം, കുറവലങ്ങാട് മർത്താമറിയം ഫൊറോന പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകർക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്റ്റേഷനാണ് കുറുപ്പന്തറ. നിലവിൽ സ്റ്റേഷനിൽ നിർത്തുന്നത് 2 പാസഞ്ചർ ട്രെയിനുകളും മെമുവും മാത്രമാണ്. ഒരു എക്സ്പ്രസ് ട്രെയിനെങ്കിലും നിർത്തിക്കാണുവാൻ ഇവിടെയുള്ളവർ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എല്ലാ എക്സ്പ്രസ് തീവണ്ടികൾക്കും ഇവിടെ ബുക്കിംഗ് സൗകര്യം ലഭിക്കുക, വേണാട് പരശുരാം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, നിലമ്പൂർ എറണാകുളം പാസഞ്ചറും ഗുരുവായൂർ എറണാകുളം പാസഞ്ചറും കോട്ടയത്തേക്ക് നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർക്കുള്ളത്. ഇതേ ആവശ്യങ്ങൾക്കായി നാട്ടുകാർ അധികൃതർക്ക് നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടാൽ മാത്രമേ യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായാൽ ചെലവേറിയ ബസ് യാത്ര ഉപേക്ഷിച്ച് കൂടുതൽ യാത്രക്കാർ ഈ സ്റ്റേഷൻ പ്രയോജനപ്പെടുത്തുവാനുള്ള സാധ്യതയുമുണ്ട്. കുറുപ്പന്തറയിൽ റെയിൽവേ മേൽപ്പാലം പൂർത്തിയാക്കുന്നതിന് അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. മേൽപ്പാലം പൂർത്തിയാക്കുന്നതിനൊപ്പം റെയിൽവേ സ്റ്റേഷൻ വികസനവും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഏറ്റവും കൂടുതൽ വിജയ ശതമാനത്തിലെത്തിയ കോട്ടയം ജില്ലയിൽ 2013-14 അധ്യയന വർഷത്തിൽ വിജയികൾക്കെല്ലാം +1 പ്രവേശനം ലഭിക്കും. ആകെയുള്ള സീറ്റുകളേക്കാൾ കുറവാണ് SLC വിജയികളുടെ എണ്ണം. ആകെയുള്ള 122 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 37 സർക്കാർ സ്കൂളുകൾ, 60 എയ്ഡഡ് സ്കൂളുകൾ, 23 അൺഎയ്ഡഡ് സ്കൂളുകൾ, 2 സ്പെഷ്യൽ സ്കൂൾ, 1 ടെക്നിക്കൽ സ്കൂളുമാണ് ഉൾപ്പെടുന്നത്. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സയൻസ് സീറ്റ് 7705-ഉം, ഹ്യൂമാനിറ്റിക്സിന് 2555-ഉം, കൊമേഴ്സിന് 2575-ഉം, സ്പോർട്സ് കോട്ട സയൻസ് 290-ഉം, ഹ്യൂമാനിറ്റിക്സിന് 90-ഉം, കൊമേഴ്സിന് 100-ഉം എന്നിങ്ങനെ എയ്ഡഡ് സ്കൂളുകളിലും സയൻസ് 1765-ഉം, ഹ്യൂമാനിറ്റിക്സ് 485-ഉം, കൊമേഴ്സ് 595-ഉം, മാനേജ്മെന്റ് സീറ്റിൽ സയൻസിന് 1240-ഉം, ഹ്യൂമാനിറ്റിക്സിന് 320-ഉം, കൊമേഴ്സിന് 430-ഉം, അൺഎയ്ഡഡ് സയൻസിന് 2550-ഉം, കൊമേഴ്സിന് 350-ഉം എന്നിങ്ങനെയാണ് വിവിധ വിഷയങ്ങളിലെ സീറ്റുകളുടെ എണ്ണം. ആകെയുള്ള സീറ്റുകളേക്കാൾ കുറവാണ് SSLC വിജയികളുടെ എണ്ണം. കടുത്തുരുത്തി തോട്ടുവാർ റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽപ്പെട്ടത് 3 കാറുകളും ഒരു പിക്കപ്പ് വാനും. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 11:30 കടുത്തുരുത്തി തോട്ടുവാർ റോഡിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന് സമീപമാണ് വാഹനാപകടങ്ങളുണ്ടായത്. 3 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ നിന്നും എത്തിയ വാഹനത്തിൽ ഇടിക്കാതിരിക്കുന്നതിനായി മുൻപിലുണ്ടായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തിയതാണ് അപകടത്തിന് കാരണമായത്. ബ്രേക്കിട്ട് നിർത്തിയ കാറിന്റെ പുറകിലുണ്ടായിരുന്ന 3 കാറുകളും പിക്കപ്പ് വാനും ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. വാനിന്റെ പുറകിലിടിച്ച ഇൻഡിക്ക വിസ്ത കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമേലിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കാറിലുണ്ടായിരുന്നവർ. കടുത്തുരുത്തി ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉൾപ്പെടെ 5 പേരാണ് വിസ്ത കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിന് കാരണമായ മുന്നിലുണ്ടായിരുന്ന കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. കടുത്തുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കുറുവൻകാലായിൽ ഉയർത്തുമൂവേ കുറുപ്പന്തറ മിശിഹ
JCB, ഹിറ്റാച്ചി ടിപ്പർ, ഷിഫ്റ്റിംഗ് വെഹിക്കിൾ തുടങ്ങി എല്ലാവിധ വാഹന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹിറ്റാച്ചി കൊണ്ടുപോകുന്നതിനുള്ള വാഹനവും കരിങ്കല്ല് പൊട്ടിക്കുന്നതിനുള്ള ബ്രേക്കറും കൂടാതെ എല്ലാവിധ എർത്ത് വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ല്, മെറ്റൽ, ഇഷ്ടിക, വെട്ടുകല്ല്, മണൽ, മെറ്റൽ പൊടി തുടങ്ങിയവ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നു. ജാക്കി അടിച്ച് കരിങ്കല്ല് പൊട്ടിച്ചു കൊടുക്കുന്നു. കൂടാതെ കുടിവെള്ളം തണുത്ത് എത്തിച്ചു നൽകുന്നു. മണ്ണ് ഫില്ലിങ്ങും തലം ലെവലിംഗും ഉൾപ്പെടെ എല്ലാവിധ വർക്കുകൾക്കും ചെരുവൻ കാലായിൽ എർത്ത് മൂവേഴ്സ്, കുറുപ്പന്തറ. ഫോൺ 9447042818 9645841646 9446859177. മിശിഹ. നിറമേഴും ചാലിച്ചോരായിരം വർണ്ണത്തിൽ ഞാൻ കണ്ട സ്വപ്നമൊന്നരികിലെത്തി. ഈ വർണ്ണ സ്വപ്നങ്ങൾ അണിച്ചൊരുക്കുവാൻ ഇഴപാകി മിഴിവേകി ദാരു നൽകി. കുര്യൻസ് ഫാഷൻ വെയേഴ്സ്. നഗരത്തിന്റെ കാപട്യമില്ലാതെ ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു വസ്ത്രവിസ്മയം. കുര്യൻസ് ഫാഷൻ വെയർ, പ്രാവട്ടം ജംഗ്ഷൻ, നീണ്ടൂർ, കോട്ടയം. മൂവേഴ്സ് കളത്തൂർ അത്യാധുനിക യന്ത്ര സംവിധാനത്താൽ വളരെ സൂക്ഷ്മമായും കൃത്യമായും കരിങ്കൽ സംബന്ധമായ എല്ലാ ജോലികളും ചെയ്തു കൊടുക്കുന്നു. ചീങ്കൽ പാറ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പൊടിച്ചു കൊടുക്കുന്നു. കൂടാതെ LNT, JCB, കംപ്രസർ, ടിപ്പർ, ഹിറ്റാച്ചി എന്നിവയുടെ സേവനവും ലഭ്യമാണ്. സെന്റ് മേരീസ് എർത്ത് മൂവേഴ്സ്, കളത്തൂർ, കുറവിലങ്ങാട്. ഫോൺ 04822230066. മൊബൈൽ 9447367540 9645451660. സെന്റ് മേരീസ് എർത്ത് മൂവേഴ്സ്, ദ പവർ ഓഫ് ഫെയ്ത്ത്. വാർത്തകൾ തുടരുന്നു. മുട്ടേറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. റോഡിലൂടെ നിരന്നൊഴുകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം. മുട്ടുചിറ കുന്നശ്ശേരിക്കാവ് റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളം സമീപത്തെ റോഡിലൂടെ ഒഴുകി മുട്ടുചിറ ജംഗ്ഷനിലേക്ക് ആണ് എത്തുന്നത്. കടുത്തുരുത്തിയിൽ വിവിധ പ്രദേശങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായിരിക്കുകയാണ്. പൊരിവേലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെ തുടർന്ന് കുടിവെള്ളം പാഴാകുന്നത്. മുട്ടുചിറയിൽ പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലധികമായെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി പല പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം നശിക്കുന്ന കാര്യം അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഈ കുടിക്കാൻ വെള്ളമില്ലാത്തത് മനുഷ്യൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് ലൈനെല്ലാം പൊട്ടിക്കിടക്കുന്ന ഈ പൈപ്പ് ലൈൻ നന്നാക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം. ഇത് പൊട്ടിയിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ആരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ആണെങ്കിൽ വെള്ളം ഇല്ലാതെ ജനം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കും. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി സുഭാഷിന്റെ വീടിന് മുമ്പിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് മൂലം പല പ്രദേശങ്ങളിലും റോഡുകൾക്കും നാശമുണ്ടായിട്ടുണ്ട്. ഉള്ളിൽ 2 കായ്കളുമായി കൗതുകമുണർത്തി മാമ്പഴം. മാവിൽ നിന്നും പഴുത്ത് റോഡിലേക്ക് വീണ മാമ്പഴത്തിലാണ് ഇരട്ടക്കായ്കൾ. കടുത്തുരുത്തിയിലാണ് മാവിൽ നിന്നും വീണ് കിട്ടിയ മങ്ങായിക്കുള്ളിൽ 2 കാകൾ കണ്ടെത്തിയത്. കടുത്തുരുത്തി കണ്ണൻവേലി പീറ്ററിനാണ് റോഡിൽ നിന്നും കൗതുകമുണർത്തുന്ന മാമ്പഴം ലഭിച്ചത്. മാമ്പഴം കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയ പീറ്റർ ജോലിസ്ഥലത്ത് ചെന്ന ശേഷം മുറിച്ചു നോക്കിയപ്പോഴാണ് മങ്ങായിക്കുള്ളിലും 2 കാകൾ കണ്ടെത്തത്. വൈദ്യുതി ബോർഡ് കല്ലറ പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. കെ അജിത് MLA അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മാണി നിർവഹിക്കും. മോൻസ് ജോസഫ് MLA പ്രഭാഷണം നടത്തും. പഴയ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപമുള്ള മൈതാനത്താണ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഞീഴൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ
ഭാഗവത സപ്താഹ യജ്ഞം 28-ന് ആരംഭിക്കും. ദശാവതാര ചാർത്ത് 26-നും ഭാഗവത സപ്താഹം 28-നുമാണ് നടക്കുന്നത്. 28-ന് ആരംഭിക്കുന്ന ഭാഗവത സപ്താഹത്തിന് രാത്രി 7-ന് മനയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി യജ്ഞദീപ പ്രകാശനവും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും നടത്തും. കല്ലാനിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മെയ് 5-ന് ഉച്ചയ്ക്ക് 11-ന് യജ്ഞസമർപ്പണവും തുടർന്ന് പ്രസാദമൂട്ടും നടക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് രജത ജൂബിലി ആഘോഷവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കടുത്തുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രജത ജൂബിലി ആഘോഷവും കുടുംബസംഗമവും നടക്കും. രാവിലെ 10-ന് കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് KP എൽസബിയോസ് മാസ്റ്റർക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകും. ബ്ലോക്ക് പ്രസിഡന്റ് MV സോമനാഥ് അധ്യക്ഷനായിരിക്കും. KA കൃഷ്ണൻകുട്ടി, VM പോൾ, MV ദിവാകരൻ, MK സാംബുജി, KK ശശാങ്കൻ, മാത്യു കോച്ചേരി, ജോർജ് നെട്ടേറി തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ സ്കൂളുകളോടനുബന്ധിച്ചുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്കൂളുകളും വ്യാപകമായതോടെ ഗ്രാമീണ മേഖലയിലെ അംഗനവാടികളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അരനൂറ്റാണ്ട് മുൻപ് പ്രവർത്തനം ആരംഭിച്ച കുറുപ്പന്ത്ര റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനത്തിലെത്തിയ കോട്ടയം ജില്ലയിൽ 2013-14 അധ്യയന വർഷത്തിൽ വിജയികൾക്കെല്ലാം +1 പ്രവേശനം ലഭിക്കും. കടുത്തുരുത്തി തോട്ടുവാർ റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. ട്രൂ മിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.